ഗൾഫ് GTV പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് അധിക വിമാന സർവീസുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. ഈദുൽ അദ്ഹ 2024 ജൂൺ 17 തിങ്കളാഴ്ച ആകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി. UAE നീറ്റ് പരീക്ഷ എഴുതിയത് 2029 പേർ. അബുദാബിയിൽ പറക്കാനൊരുങ്ങി വൈസ്രോയി സീ ഗ്ലൈഡർ. വാഹനങ്ങളിലെ സാധനങ്ങൾ മോഷണം പോകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം, മുന്നറിയിപ്പുമായി ഷാർജ പോലീസ്. വാർത്തകൾ വിശദമായി. ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് അധിക വിമാന സർവീസുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. UAE റാസൽ ഖൈമ, സൗദിയിലെ ദമാം എന്നിവിടങ്ങളിൽ നിന്നാണ് പുതിയ സർവീസ് ആരംഭിച്ചത്. അബുദാബി, മസ്കറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള സേവനവും കൂട്ടി. റാസൽ ഖൈമയിൽ നിന്ന് കണ്ണൂരിലേക്ക് മെയ് 1 പുതിയ സർവീസ് ആരംഭിക്കുകയും അബുദാബിയിൽ നിന്ന് 4 സർവീസുകൾ കൂട്ടുകയും ചെയ്തതോടെ പുതുതായി UAE നിന്ന് കണ്ണൂരിലേക്ക് ആഴ്ചയിൽ 1302 സീറ്റുകൾ വർദ്ധിച്ച് 6138 പേർ യാത്ര ചെയ്യാൻ സൗകര്യമായി. ഈ വർഷത്തെ ബലിപെരുന്നാൾ ജൂൺ 17 തിങ്കളാഴ്ച ആകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഇബ്രാഹിം. പുതിയ ചന്ദ്രമാസം 2024 മെയ് 9 വ്യാഴാഴ്ച ആരംഭിക്കുന്നത് പ്രതീക്ഷിക്കുന്നതായും ഇങ്ങനെ വരുമ്പോൾ ഈദുൽ അദ്ഹ 2024 ജൂൺ 17 തിങ്കളാഴ്ച ആകാനാണ് സാധ്യതയെന്നും അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും ചന്ദ്രനെ കാണുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി തീയതി അറിയാൻ സാധിക്കുന്നതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. UAE 3 കേന്ദ്രങ്ങളിലും നീറ്റ് പരീക്ഷ സുഗമമായി നടന്നു. ഫിസിക്സ്, ബയോളജി പേപ്പറുകൾ താരതമ്യേന എളുപ്പമായിരുന്നെങ്കിലും കെമിസ്ട്രി കടുകട്ടിയായിരുന്നതാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത്. നീളമേറിയ ചോദ്യങ്ങൾ വായിച്ചു മനസ്സിലാക്കാൻ പാടുപെട്ടു. അതേസമയം മാസങ്ങൾക്ക് മുൻപേ തയ്യാറെടുപ്പ് തുടങ്ങിയതിനാൽ എൻട്രൻസ് നന്നായി എഴുതാനായെന്ന് മറ്റു ചില വിദ്യാർത്ഥികൾ പറഞ്ഞു. UAE 3 കേന്ദ്രങ്ങളായി 2029 പേരാണ് നീറ്റ് പരീക്ഷ എഴുതിയത്. മൊത്തം 2263 രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും 54 വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എത്തിയില്ല. 1960കളിൽ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച കാസ്പിയർ സീ മോൺസ്റ്ററിന്റെ സാങ്കേതിക വിദ്യ കടം കൊണ്ട് അമേരിക്കൻ കമ്പനിയായ റീജന്റ് ക്രാഫ്റ്റ് നിർമ്മിച്ച വൈസ്രോയി സീ ഗ്ലൈഡർ അബുദാബി സമുദ്രത്തിലൂടെ പറക്കാൻ ഒരുങ്ങുന്നു. ഇതു സംബന്ധിച്ച കരാറിൽ റീജന്റും അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഓഫീസും അബുദാബി നഗര ഗതാഗത വകുപ്പും ഒപ്പിട്ടു. ഇലക്ട്രിക് എഞ്ചിനുകളിലാകും ഈ വിമാനം പ്രവർത്തിക്കുക. 2030ഓടെ ലക്ഷ്യം പ്രാവർത്തികമാക്കാനാണ് റീജന്റെ ശ്രമം. 12 യാത്രികരെ ഉൾക്കൊള്ളാനുള്ള ശേഷിയാണ് വാഹനത്തിൽ ഉണ്ടാവുക. അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് 30 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ റീജന്റ് സീ ഗ്ലൈഡറിനാവും. വാഹനങ്ങളിലെ സാധനങ്ങൾ മോഷ്ടിക്കുന്നത് പരിമിതപ്പെടുത്തുന്നതിനുള്ള പ്രതിരോധ നടപടികളെക്കുറിച്ച് ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടെന്ന് ഷാർജ പോലീസ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. നിങ്ങളുടെ ശേഖരങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന പേരിട്ടിരിക്കുന്ന ക്യാമ്പയിൻ മെയ് 5 ആരംഭിച്ചത്. ക്യാമ്പയിൻ ഈ മാസം അവസാനം വരെ തുടരും. വിലപിടിപ്പുള്ള വസ്തുക്കൾ വാഹനത്തിനുള്ളിൽ വയ്ക്കുന്നത് ഒഴിവാക്കുക, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വാഹനങ്ങൾ നിർത്തുന്നത് ഒഴിവാക്കുക, വാഹനത്തിൽ അലാറം ഇൻസ്റ്റാൾ ചെയ്യുക എന്നിവയാണ് പ്രധാനമായും ഈ ക്യാമ്പയിനിലൂടെ പ്രചരിപ്പിക്കുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.